മേളിൽ കാണുന്നതും ഈ 2 ലൈറ്റ്സും വാം ലൈറ്റ് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള 2 ലൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ സ്ലൈഡിങ് കബോർഡ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം ഉണ്ട്, നമ്മുടെ ആരാധ്യ കുട്ടിയുടെ ബാത്റൂം. യെസ്, ഇത് അവളുടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു യൂണിക്കോൺ ഫാനാന്ന് തോന്നുന്നു. ഫുൾ അവിടെ ലൈറ്റും ഇതാ അടുത്ത യൂണിക്കോണിന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇത് അവിടെ ഒരു മിക്കി മൗസിന്റെ, അപ്പൊ ഇത് അവളുടെ റൂം തന്നെയാണ്. യെസ്, അപ്പൊ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞി ബാത്റൂം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇത് ആരാധ്യയുടെ ബെഡ്റൂം ആണെങ്കിൽ ഇത് ഷുവർ ആയിട്ടും ധ്യാൻ ചേട്ടൻ്റെയും അർപ്പിത ചേച്ചിയുടെയും ബെഡ്റൂം ആയിരിക്കും. യെസ്, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ മാസ്റ്റർ ബെഡ്റൂം. ഈ ഫ്ലാറ്റിലെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ലൈക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ. ഇതിവിടെ ഒരു വലിയ മിററും ഉണ്ട്. യെസ്, ഇത് ഡ്രസ്സിങ് സ്പേസ് ആണ്. നമുക്ക് ഇവിടെ ഡ്രസ്സ് ചെയ്തിട്ട് മിററിലൊക്കെ നോക്കാം. സ്ലൈഡിങ് കബോർഡ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരിക. എല്ലാം വാം ലൈറ്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ലൈറ്റ് ആയിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. അപ്പോൾ വാം ലൈറ്റ് ആണ്. അപ്പോൾ ആ റൂമിലും ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഒരു ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ വാം ലൈറ്റ് ആണ്, എല്ലാ ലൈറ്റ്സും വാം ലൈറ്റ് ആണ്. നല്ല രസമുണ്ട്. ഇവിടെയും ഒരു മിറർ രീതിയിൽ തന്നെയാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പം ആരാധ്യയുടെ റൂമിലും ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. നല്ല കാറ്റുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന്. യെസ്, കമോൺ. അപ്പോൾ ധ്യാൻ ചേട്ടനും അർപ്പിത ചേച്ചിയും വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആയിരിക്കും. കിട്ടില്ലൻ വ്യൂ ആട്ടോ. ഓൾറെഡി ഇപ്പോൾ ഈവനിങ് ആയി, നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ്സും എല്ലാം ഇട്ടിട്ട് ഭയങ്കര രസമുണ്ട്, നല്ല കാറ്റുണ്ട്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ വാക്ക് ചെയ്യാം ബാൽക്കണിയിലോട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബാൽക്കണിയുടെ സ്പേസ്. കാരണം നമ്മൾ നോർമലി ഇപ്പോൾ ഇത്രയും തൊട്ട് ഇത്രയും വരെ ആയിരിക്കും ബാൽക്കണീസ് കാണുന്നുണ്ടാവുക. ഇവിടെ നമുക്കിങ്ങനെ കറങ്ങി എനിക്കൊന്ന് അപ്പുറത്ത് വരാം. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതിൽ കൂടെ കറങ്ങി ഇവിടെ വരാമെന്ന്. ഇതാ ഇവിടെ തേങ്ങയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്, തേങ്ങയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. വാവ്, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ എത്താൻ പറ്റും. അപ്പം ലൈക്ക് ഇപ്പോൾ അവൾക്ക് ആരാധിക്കാണെങ്കിലും ഫുൾ ബാൽക്കണിയിൽ ഇങ്ങനെ ഓടി കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ചെയേഴ്സാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര നല്ല രീതിയിലുള്ളതാ. തേങ്ങയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ ആട്ടാനാണോ, വെളിച്ചെണ്ണ ആട്ടാനാണോന്ന് അറിയില്ല. കാരണം തേങ്ങ ഉണക്കി കഴിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണ ആട്ടണതിന് മുന്നേ ഇങ്ങനെ കൊത്തി വെക്കാറുണ്ട്. വെളിച്ചെണ്ണ ഇതൊക്കെ എടുത്ത് തിന്നെന്ന് പറഞ്ഞാൽ ധ്യാൻ ചേട്ടനെ കൊല്ലും. ഓക്കെ, യെസ്, അർപ്പിതയുടെ 2 ചീപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. അപ്പം ഇതാണ് വലിയ ബാൽക്കണിയുള്ള ധ്യാൻ ചേട്ടൻ്റെ റൂം. അപ്പോൾ 2 ബെഡ്റൂംസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് നിൽക്കുന്നത് കിച്ചണാണ്. കിച്ചണും കൂടിയാണ് നമുക്ക് ഇനി ബാക്കി കാണാനുള്ളത്. ഓക്കെ, ഇവിടെ വൈറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വാം ലൈറ്റ്സ് കണ്ടുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് വൈറ്റ് ലൈറ്റ് കണ്ടപ്പോഴേക്കും എന്താ പോലെ. അപ്പോൾ എനിക്കൊന്ന് കുഞ്ഞ് സ്പേസിൽ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ഈ കിച്ചണിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഇവിടെയാണ് ഫ്രിഡ്ജും ഓവനും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ നമ്മുടെ ചേച്ചി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഇതാ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്, ആൽമണ്ട്, ചായപ്പൊടി ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസും എല്ലാം ഇവിടെ തന്നെ. ഇതാണ് വാഷ് ഏരിയ വരുന്നത്. നമ്മുടെ സിങ്ക്, നമ്മൾ പാത്രമൊക്കെ കഴുകി എല്ലാം ചെയ്യുന്നത് ഈ ഒരു ഏരിയ. ആക്ച്വലി ഭയങ്കര കുഞ്ഞ് കിച്ചണാണ്. ഇപ്പം നമ്മൾ ചെറിയ കിച്ചണിലൊക്കെ നിന്ന് ലൈക്ക് പണിയൊക്കെ എടുക്കുമ്പോൾ പറയും ഇവിടെ ഒട്ടും സ്ഥലമില്ല എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു ആക്ച്വലി വൃത്തിയായിട്ടിരുന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു അടുക്കളയിൽ നിന്നിട്ട് പണിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞ് സ്പേസ് ആണ്, പക്ഷെ നല്ല രീതിയിൽ അതിൻ്റെ വർക്ക് എല്ലാം ചെയ്തിട്ട് നല്ല രീതിയിൽ നീറ്റാക്കി ഭയങ്കര ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡോറ് പുറത്തേക്കുണ്ട്. ഇവിടെയാണ് ഇവരുടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ലൈക്ക് ഒരു വർക്ക് ഏരിയ പോലെ നമ്മുടെ ചൂലും ലൈക്ക് തുടക്കണ കോലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വാഷിംഗ് മെഷീനൊക്കെ പുറത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ ഈ കുഞ്ഞി വലിയ ഫ്ലാറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. കാരണം നമുക്കിത് ആക്ച്വലി കാണിക്കണം എന്ന് തോന്നി.
അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഫ്ലാറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വന്നപ്പോൾ തൊട്ട് പറയാ എന്ത് രസമാണ്, എന്ത് ലൈക്ക് നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു വൈബ് എന്ന് പറയുന്നത് ഒന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല രീതിയിൽ അതിൽ തന്നെ നമുക്ക് ഭയങ്കര നീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ വീടിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ലൈറ്റ്സ് അടക്കം എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല നീറ്റാക്കി ഈ ഫ്ലാറ്റ് ഫുൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്താ പറയുക, എല്ലാം ധ്യാൻ ചേട്ടൻ്റെ വൈഫ് അർപ്പിത ചേച്ചിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ ക്ലീനിങ്ങിൽ നിൽക്കുന്ന ഒരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻറ്റിക്കും അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ ഫ്ലാറ്റ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ധ്യാൻ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായേനെ. ഞാനിപ്പോൾ ഹോം ടൂർ ആദ്യമായിട്ട് ചെയ്യുന്നത്, അപ്പോൾ എനിക്കും കുറേ കാര്യങ്ങൾ ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുമാത്രമല്ല ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ അറിയണ്ടാവില്ല, ധ്യാൻ ചേട്ടനും അറിയണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്താ പറയുക, ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷു ആയതുകൊണ്ട് നമ്മൾ ഇൻ്റർവ്യൂ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇൻ്റർവ്യൂ കുറച്ചധികം നേരം നീണ്ടുപോയി. വർത്താനം പറഞ്ഞിരുന്ന് ഇങ്ങനെ കത്തി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ സമയം പോയതുകൊണ്ട് ധ്യാൻ ചേട്ടൻ അത്യാവശ്യമായിട്ട് അവിടെ പോകേണ്ടതുകൊണ്ട് മാത്രമാണ് ധ്യാൻ ചേട്ടൻ നമ്മുടെ കൂടെ ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇന്ന് ഈ വീട് ഫുള്ള് എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ പുള്ളി നല്ല രീതിയിൽ പറഞ്ഞു തന്നേനെ എല്ലാ രീതിയിലും. ചേച്ചി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ചേച്ചി മോളും ആക്ച്വലി ആരും അവരുടെ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ എവിടെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് അവർ പോയി. അപ്പോൾ അതുകൊണ്ട് അർപ്പിത ചേച്ചിയും ആരാധ്യം ഞങ്ങൾ വരണതിന് മുന്നേ തന്നെ പോയി. പിന്നെ ഫുൾ നമ്മൾ ഇൻ്റർവ്യൂ ആയിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. വിഷു സ്പെഷ്യൽ ഇൻ്റർവ്യൂ വിത്ത് നമ്മുടെ ധ്യാൻജിയുടെ കൂടെയാണ്. ഞാൻ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആണ് ധ്യാൻജിയുടെ കൂടെ എടുക്കണം. അന്ന് എനിക്ക് കുറേ സമയം കിട്ടിയിട്ടെടുക്കാൻ. പക്ഷെ ഇത്തവണ കുറേ സമയം എടുത്ത് ധ്യാൻചേട്ടൻ്റെ അടുത്ത് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒപ്പം ധ്യാൻചേട്ടൻ്റെ ഈ പുതിയ ഫ്ലാറ്റും ഞങ്ങൾക്കും കാണാൻ പറ്റി. ഇപ്പം നിങ്ങളെ നമ്മൾ കാണിച്ചിരിക്കുകയാണ്. അപ്പം മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇനി അടുത്ത ഒരു സെലിബ്രിറ്റിയുടെ ഹോം ടൂർ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ഹാപ്പി വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരുടെ വീട്ടിലിരുന്ന് തന്നെ വിഷു നല്ല രീതിയിൽ ആഘോഷിക്കുക, സദ്യ ഉണ്ണുക, പടക്കം പൊട്ടിക്കുക, കണി കാണുക. അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ വീട്ടിലിരുന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. അപ്പോൾ ഞങ്ങളും അടിച്ചു പൊളിക്കാൻ പോവാണ്. ധ്യാൻചേട്ടൻ്റെ കൂടെ ഓൾറെഡി അടിച്ചു പൊളിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻ്റർവ്യൂ ആരും കാണാൻ മറക്കരുത്, ഹോം ടൂർ ആരും കാണാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി വിഷു. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാനിന്റെ വീഡിയോകളെല്ലാം നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത്. സഹോദരൻ വിനീത് ശ്രീനിവാസന് പിന്നാലെയാണ് ധ്യാൻ സിനിമയിലേക്ക് എത്തിയത്. സംവിധായകനും നിർമ്മാതാവും ഒക്കെയായി ധ്യാൻ മാറി. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിര എന്ന ചിത്രത്തിലൂടെയാണ് ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി പുതുമുഖമായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അങ്ങനെ വിനീത് ശ്രീനിവാസന്റെ അനിയനും ശ്രീനിവാസന്റെ മകനും എന്ന ലേബലിൽ തന്നെ ധ്യാൻ ശ്രീനിവാസൻ സിനിമയിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തി. പിന്നീട് നല്ലൊരു പ്രൊഡ്യൂസറും ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയുടെ നിർമ്മാതാവും മറ്റു സിനിമയുടെ സംവിധായകനും അങ്ങനെ പല മേഖലകളിലായി ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ ഹൃദയത്തെ കീഴടങ്ങിക്കൊണ്ടിരുന്നു. മാത്രമല്ല ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്റർവ്യൂ സ്റ്റാർ എന്ന ലേബലിലാണ്. ഇന്റർവ്യൂ സ്റ്റാർ എന്ന ലേബൽ എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും അധികം ഇന്റർവ്യൂകളിൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും, രാഷ്ട്രീയമാണെങ്കിലും കലാരംഗത്തെ ആണെങ്കിലും സാമൂഹിക കാര്യം എന്ത് കാര്യമാണെങ്കിലും അതിമനോഹരമായി തന്നെ ലളിതമായി കോമഡിയായി നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ധ്യാൻ ശ്രീനിവാസൻ. പ്രണയവിവാഹമായിരുന്നു ധ്യാനിൻ്റെതും അർപ്പിതയുടേതും. ഇവർക്കൊരു മകളാണുള്ളത്. അധികം ഫോട്ടോസ് ഒന്നും മകളുടേതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുടുംബ ചിത്രങ്ങൾ ഇടുന്ന ഒരാളെയല്ല. ധ്യാനിൻ്റെയും അർപ്പിതയുടെയും മകളുടെയും കൂടെയുള്ള കുടുംബ ചിത്രങ്ങൾ വളരെ വിരളമായി മാത്രമേ മലയാളികൾ കണ്ടിട്ടുള്ളൂ. ആരാധകർ പോലും ധ്യാനിൻ്റെ ചിത്രങ്ങളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. എന്നാൽ ധ്യാനിൻ്റെ ഹോം ടൂർ കാണുമ്പോൾ വളരെ മനോഹരമായി തന്നെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ധ്യാൻ ഒരുക്കിയിരിക്കുന്ന ഒരു കുഞ്ഞു സ്വർഗം തന്നെയാണ് നമ്മൾ കാണുന്നത്. മകൾക്ക് വേണ്ടി ഒരു 5 സ്റ്റാർ ഹോട്ടൽ മോഡൽ സെറ്റപ്പ് തന്നെയാണ് ആ വീടിനുള്ളിൽ ധ്യാൻ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ യുവതാരങ്ങൾക്കുൾപ്പെടെ, അതായത് താരങ്ങളുടെ മക്കൾക്കുൾപ്പെടെ ദിലീപ് എന്ന നടനോടും മനുഷ്യനോടുമൊക്കെ വലിയ സ്നേഹമാണുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിന് പങ്കെടുത്ത ദിലീപിനെ കുറിച്ച് ആ ചടങ്ങിന് തന്നെ എത്തിയ ധ്യാൻ തുറന്ന് സംസാരിച്ചത് കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. പ്രസംഗത്തിന്റെ ഏറ്റവും അവസാനമായിട്ടാണ് താൻ വന്ന് ഒരു വിളിച്ചപ്പോഴേക്കും ചടങ്ങിനെത്തിയ ദിലീപിനെ കുറിച്ച് ധ്യാൻ പറഞ്ഞത്. അത് അല്പം ബഹുമാനവും സ്നേഹവും എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ടുള്ള സംസാരം തന്നെയായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം പലരും വിളിക്കാറുണ്ട്, കാണണമെന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ മാസവും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ തീർച്ചയായും ദിലീപേട്ടൻ്റെ ഒരു കോൾ ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, അമ്മ ഓക്കെ അല്ലേ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്.
അച്ഛൻ പോയതിനു ശേഷം ഇതുവരെ ഒരാൾ പോലും വീട്ടിലേക്ക് വരികയോ കാണുകയോ ഉണ്ടായിട്ടില്ല. പക്ഷേ ദിലീപേട്ടൻ ഒരു ദിവസം എന്നെ വിളിച്ചു. എനിക്കൊന്ന് അമ്മയെ കാണണം, നീ അവിടെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഞാൻ കാവ്യയുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് ദിലീപേട്ടൻ വിളിച്ചു പറഞ്ഞത്. പക്ഷെ പിന്നീട് 3-4 തവണ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് മാത്രം അദ്ദേഹം വന്നില്ല. അച്ഛൻ പോയിട്ടും ദിലീപേട്ടന്റെ കരുതലും സ്നേഹവും ഇപ്പോഴും ഉണ്ട് എന്നാണ് ധ്യാൻ പറഞ്ഞത്. ഈ ചടങ്ങിന് വേണ്ടി വരണമെന്ന് ഒരു കോൾ ചെയ്തപ്പോഴേക്കും അദ്ദേഹം എത്തിയെന്നും ധ്യാൻ പറയുന്നു. ധ്യാനിനെയും വിനീതിനെയും ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായി ഞാൻ കരിയർ ആരംഭിച്ചതു മുതൽ ശ്രീനിയേട്ടനുമായി എനിക്ക് നല്ല ബന്ധമാണ്. ഞാൻ എന്നും ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ശ്രീനിയേട്ടന്റെ മക്കൾ എന്ന സ്നേഹം അവരോടുണ്ട് എന്നാണ് ദിലീപ് പറഞ്ഞത്.